അഡ്വക്കേറ്റ് ഷെരീഫ് ഉള്ളത്ത് അനുസ്മരണ സമ്മേളനവും ഉള്ളത്ത് സ്മാരക പുരസ്കാര സമർപ്പണവും മഞ്ചേരി കച്ചേരിപ്പടിയിലെ ഉള്ളത്ത് നഗറിലും കോഴിക്കോട് കൈരളി ശ്രീവേദി ഓഡിറ്റോറിയത്തിലും നടന്നു. മഞ്ചേരിയിൽ കേരള സാംസ്കാരിക പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ ഉള്ളത്ത് സ്മാരക പ്രഥമ പുരസ്കാരം അഡ്വക്കേറ്റ് ടി.കെ. ഹംസയ്ക്ക് സജീവ് ജോസഫ് എം.എൽ.എ. നൽകി. അഡ്വക്കേറ്റ് ടി.കെ. സൈതാലിക്കുട്ടി അധ്യക്ഷത വഹിച്ചു. റഷീദ് പറമ്പൻ, ഫൈസൽ എളേറ്റിൽ, അഡ്വക്കേറ്റ് സുജാത വർമ്മ, അയൂബ് മേലേടത്ത്, ഷമീജ് കാളികാവ്, വി ഷംസുദ്ദീൻ, പരുന്തൻ നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ കോഴിക്കോടേക്ക് വരുമ്പോൾ എന്നോടൊപ്പം മമ്പാട് MES കോളേജിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രതിനിധിയായ ഉള്ളാത്തിനെ പരിചയപ്പെടാൻ എനിക്ക് അന്ന് 1992 എനിക്ക് ആദ്യമായി അവസരമുണ്ടാകുന്നത്. അന്ന് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് നർമ്മലഗിരി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്ന 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നു. പക്ഷേ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ സ്വീകരിച്ച് രാഷ്ട്രീയക്കാരിലും പരിസ്ഥിതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, നമ്മുടെ പ്രകൃതിക്ക് വേണ്ടി നിലകൊള്ളുന്ന, നമ്മുടെ സമൂഹത്തിന് വേണ്ടി നിലകൊള്ളുന്ന, ഭൂമിക്ക് വേണ്ടി നിലകൊള്ളുന്ന, കർഷകർക്കായി നിലകൊള്ളുന്ന നല്ല രാഷ്ട്രീയക്കാരുണ്ട് എന്ന് വിളിച്ചു പറയാൻ ഞങ്ങളെയൊക്കെ പ്രാപ്തരാക്കിയ ഒരു നേതാവായിരുന്നു പ്രിയപ്പെട്ട ഷരീഫുള്ള. സഹോദരൻ എന്നതിലുപരി പിതൃതുല്യനായും സഹോദരനായും അനിയനായും ജ്യേഷ്ഠനായും എല്ലാം കൂടെ നിന്ന ഷരീഫുള്ളത്ത് എന്നും അദ്ദേഹത്തിന് വേണ്ടി 5 വക്ത് നമസ്കാരത്തിൽ ദുആ ചെയ്യാൻ, അത് മാത്രമാണ് ഇനി അദ്ദേഹത്തിന് നമുക്ക് സമർപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേരുള്ള ഈ പുരസ്കാരം നമ്മൾ നൽകിയ ടി.കെ. ഹംസാക്ക നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ എന്നും നമ്മളെല്ലാം സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു മലബാറിന്റെ മഹാവ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ഈ പുരസ്കാരം, എൻ്റെ പ്രിയ സഹോദരന്റെ പേരുള്ള ഈ പുരസ്കാരം സമർപ്പിച്ചതിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ഈ മുഹൂർത്തത്തിൽ അവർക്ക് അദ്ദേഹത്തിന് എല്ലാവിധ ആശംസ. ബഹുമാനനായ സജീവ് ജോസഫ് M.L.A. അത് ബഹുമാനനായ ടി.കെ. ഹംസ സാഹിബിന് സമർപ്പിക്കുന്നു. അറേബ്യയിൽ നിന്ന് മുസ്ലിമീങ്ങളെ രാജ്യം അങ്ങനെ വളർന്ന് പലസ്തീൻ, ജെറൂസലം തുടങ്ങി വളർന്ന് അവസാനം അഫ്ഗാനിസ്ഥാനിലെത്തി. ആ വന്ന വരവാണ് അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിമീങ്ങൾ. അഫ്ഗാനിസ്ഥാൻ ഒരു കാലത്ത് നമ്മുടെ ഭാഗമായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? സിലോൺ, ബർമ, അഫ്ഗാനിസ്ഥാൻ ഇതൊക്കെ ഇന്ത്യയുടെ ഭാഗമാണ്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അതുപോലെ തന്നെയായിരുന്നു ഇതൊക്കെ. ഇത് ഇതിൽ നിന്ന് പിരിഞ്ഞു പോയതാണ്. സ്വാതന്ത്ര്യ സമരം നടത്തുന്ന കാലത്ത് മഹാത്മാഗാന്ധിക്ക് തുല്യനായ ഒരു നേതാവ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നമുക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അതിർത്തി ഗാന്ധി എന്നാണ്. ഇത് മഹാത്മാഗാന്ധി, അത് അതിർത്തി ഗാന്ധി. അപ്പൊ അഫ്ഗാനിസ്ഥാൻ നമ്മളെ രാജ്യമാണെന്ന് മനസ്സിലായില്ലേ? ഖാൻ അബ്ദുൽ ഗഫൂർ ഖാൻ അദ്ദേഹമായിരുന്നു അതിർത്തി ഗാന്ധി. അപ്പൊ ഈ ഗഫൂർ അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നതാണ് ഗോറി വംശം, രാജവംശം, ഒരുപാട് വംശങ്ങൾ. വളരെയധികം സന്തോഷവും അതുപോലെ തന്നെ അല്പം ഉള്ളിൽ സങ്കടവുമുള്ള ഒരു സദസ്സിലാണ് ഞാൻ നിൽക്കുന്നത്. ഉള്ളത്ത് എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മിൽ നിന്നകന്നു വേർപിരിഞ്ഞു പോയ ആ സുഹൃത്ത്, അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട RK ആയിരുന്നു. അതിനുശേഷം ആ സുഹൃത്ബന്ധം ഏറ്റവും കൂടുതൽ ഇഴുകിച്ചേർന്നത് മാപ്പിള കലാ അക്കാദമിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നപ്പോൾ. നമുക്ക് തിരുവനന്തപുരത്ത് വെച്ച് തന്നെ നൽകണം. അത് കേരളം അറിയപ്പെടുന്ന ഒരു അവാർഡ് ഫംഗ്ഷനായി മാറണം. അല്ല നമ്മൾ മലപ്പുറത്തെ കൊണ്ടോട്ടിയിൽ വെച്ചാൽ അത് മലപ്പുറത്തെ ഏറനാട്ടിലെ മാപ്പിളമാരുടെ മാത്രം ഒരു സ്വത്തായി മോയിൻകുട്ടി വീതം മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പറയും. പലപ്പോഴും നമുക്ക് അനുഭവങ്ങൾ കോൺഗ്രസ് ഇരിക്കുന്നുണ്ട്, ആസാദ് കൊണ്ടുവരും,
ഞാനൊക്കെ പലപ്പോഴും അതുമായി ബന്ധപ്പെട്ട സ്മാരകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ ആ പല വകുപ്പുകളിൽ കയറി ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് സാംസ്കാരിക വകുപ്പിലൊക്കെ ചെല്ലുമ്പോൾ ആ മോയിൻകുട്ടിയാജിൻ്റെ ആളുകൾ വരുന്നുണ്ടെന്ന് പറയും. അത് മഹാകവി മോയിൻകുട്ടി വൈദ്യരെ കുറിച്ച് ഒന്നും അറിയാത്ത കുറേ ആളുകളാണ് സാംസ്കാരിക വകുപ്പിലേക്ക് ഇരിക്കുന്നത്. അന്ന് സംസാരിച്ച പ്രിയപ്പെട്ട റഷീദ് പറമ്പനും അതുപോലെയുള്ള ഉള്ളത്തിനോട് ഏറ്റവും അടുത്ത് നിന്നിരുന്ന സുഹൃത്തുക്കളുടെ അനുസ്മരണത്തെ അവലംബിച്ചുകൊണ്ട് തന്നെ ഞാൻ 1-2 വാക്ക് കൂട്ടിച്ചേർക്കുകയാണ്. ഒരൊറ്റ ഞൊടി വാണാലും ഓജസ്സൊടുത്തു വാഴണം, ശതായുസ്സാകിലും ഹന്ത ശവം താൻ ഭീരു സന്തതം എന്നൊരു ശ്ലോകമുണ്ട്. ഒരൊറ്റ ഞൊടി വാണാലും ഓജസ്സോടൊത്തു വാഴണം. മിന്നലിന്റെ പ്രഭാവം പോലെ ഒരൊറ്റ ഞൊടിയെ നമുക്ക് ആയുസ്സുള്ളൂ എങ്കിലും അത് ഏറ്റവും വലിയ ഓജസ്സോടുകൂടി ഈ ഭൂമിയിൽ താമസിക്കാൻ കഴിഞ്ഞാൽ, ജീവിക്കാൻ കഴിഞ്ഞാൽ, സഹജർക്ക് പ്രകാശമാകാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ മനുഷ്യൻ എന്നാണ് ആ കവിതയുടെ സൂചന. നേരത്തെ സുജാത വർമ്മ വക്കീൽ പറഞ്ഞതുപോലെ പരിചയപ്പെട്ട ആളുകളൊക്കെ ഒന്ന് കൂട്ടിപ്പിടിക്കാനും കുറച്ചുകൂടി പറഞ്ഞാൽ വരിഞ്ഞു മുറുക്കാനുമുള്ള ഉള്ളത്തിൻ്റെ കഴിവ് വളരെ 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 മുന്നിലായിരുന്നു അദ്ദേഹം. ആ കാര്യത്തിൽ സൗഹൃദങ്ങളെ അങ്ങനെ സൂക്ഷിച്ച ഒരാളാണ്. ഞാൻ ആലോചിക്കുന്നത് ഈ പട്രോമാലിൻ്റെയും 14 രാവിൻ്റെയും ഒക്കെ പരിവേഷം വരുന്നതിന് മുമ്പ് മാപ്പിള കലാരംഗത്ത് പ്രവർത്തിക്കാൻ വലിയ പ്രചോദനം നൽകിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. വൈദ്യർ അക്കാദമിയുടെ ആ കാലഘട്ടത്തിൽ കൂടെ പ്രവർത്തിച്ച ഒരാൾ. രാത്രികളിലൊക്കെ ഇങ്ങനെ ഇരുന്ന് കഥ പറഞ്ഞ് പുതിയ പുതിയ ആശയങ്ങൾ ഇങ്ങനെ പറയുന്നത് റഷീദ് പറമ്പനെ കൂടെ അത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കുറേ ആശയങ്ങൾ വൈദ്യരുടെ സമ്പൂർണ്ണഗതികൾ വൈദ്യർ അക്കാദമി പ്രസിദ്ധീകരിക്കുന്നതിന് ചില സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായപ്പോൾ ഉള്ളത്തിന് അത് നിർബന്ധമായിരുന്നു. അത് എൻ്റെ നാട്ടുകാരനായ അബൂബക്കർ മാഷ് ആണ് അത് അങ്ങനെ വ്യാഖ്യാനിച്ചത്. അതിനൊക്കെ അവർ തമ്മിലുള്ള വൈദ്യർ അക്കാദമി അബൂബക്കർ മാഷ് തമ്മിലുള്ള ബന്ധം ആ കുറച്ചുകൂടി ദൃഢമാക്കിയിട്ട് പ്രസിദ്ധീകരിക്കാൻ അദ്ദേഹം കാണിച്ച ഒരു ഉത്സാഹമുണ്ട്. കോഴിക്കോട് നടന്ന അനുസ്മരണ ചടങ്ങിൽ ഉള്ളത്തിന്റെ പേരിലുള്ള പുരസ്കാരം സ്വാതന്ത്ര്യ സമര സേനാനി പി വാസുവിന് മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ MB ശ്രേയാംസ് കുമാർ നൽകി. ജഗത്മയൻ ചന്ദ്രപുരി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. മാധ്യമപ്രവർത്തകൻ KF ജോർജ് അനുസ്മരണ പ്രഭാഷണം നടത്തി. KC അബു, പൂവച്ചൽ സുധീർ, അയൂബ് മേലോടത്ത്, ഷമീജ് കാളികാവ് എന്നിവർ പ്രസംഗിച്ചു. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.